പ്രവാസികൾ നമ്മുടെ നാടിന്റെ ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പറ്റം സമുദായക്കാരാണ് പ്രവാസികൾ. നാട്ടിന്റെ ചായക്കടയിലുള്ള ശബ്ദങ്ങളും നാട്ടുമഴയുടെ പരിമളങ്ങളും അവരുടെ മനസ്സിൽ പൂട്ടിയിട്ട് വിമാനത്താവളത്തിന്റെ വെളിച്ചത്തിൽ അവരുടെ ജീവിതം കഴിയിക്കുന്നു. പ്രവാസി എന്നുള്ളത് വീട് വിട്ടു പോകുന്നവരല്ല, മറിച്ച് വീടിന്റെയും നാടിന്റെയും രാജ്യത്തിനു വേണ്ടി ആ നാടിന്റെയും വീടിന്റെയും രാജ്യത്തിന്റെയും ഉയർച്ചക്കും അവരുടെ സുഹൃത്തമായ ജീവിതത്തിനും ഉന്നതിക്കും ഉയർച്ചക്കും വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് അവരുടെ വിയർപ്പുകളെ സുഗന്ധമാക്കി നൽകുന്ന മഹൽ വ്യക്തിത്വങ്ങളാണ്. ഞാൻ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ശ്രോതാക്കളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ ഈ നാട് ഇങ്ങനെ ഉയർത്തിയതാരാണ്? ഇത്ര ഉയർച്ചയിലേക്ക് ഉയർത്തിയതാരാണ്? നമ്മുടെ നാട് പണ്ട് പാടങ്ങളായിരുന്നു, ഇന്ന് ബിൽഡിങ്ങുകൾ ഉയർന്നു. നമ്മുടെ നാട് പണ്ട് ഗ്രാമങ്ങളായിരുന്നു, ഇന്ന് പട്ടണങ്ങളായി മാറി. ഇതിന്റെ പിന്നിൽ ചുക്കാൻ പിടിച്ചതാരാണ്? ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചതാരാണ്? നമ്മുടെ വീടുകളിൽ ഇട്ടിരിക്കുന്ന ടൈൽസുകൾ അതൊക്കെ വിരിയിപ്പിച്ചവരാരാണ്? കടലിനപ്പുറത്തുള്ള പ്രവാസികളാണെങ്കിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കടലൊരു മതിലാവുകയാണ്. കടലിന് പുറത്തുള്ളവർ മാത്രമെന്ന ഒരു നയം വരികയാണ്. ജനാധിപത്യം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ ആ പ്രതിധ്വനി, ആ ജനാധിപത്യം എന്ന് പറയുന്ന ജനങ്ങളുടെ ആധിപത്യമാണ്. എന്നാൽ ഇന്ന് ചില ഫാസിസ്റ്റ് നയതന്ത്രങ്ങൾ ഏകാധിപത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ ആധിപത്യത്തെ വലിച്ചെറിയുകയാണ്. ഞാനൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, വിദേശത്ത് നിന്നും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ തുറക്കാൻ പറ്റും, എന്തുകൊണ്ട് വിദേശത്ത് നിന്നും വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല? നമ്മുടെ യന്ത്രങ്ങളുടെ തകരാറ് കൊണ്ടുവന്നുമല്ല, മറിച്ച് ചില ഫാസിസ്റ്റ് തന്ത്രകാരികളുടെ ചില ഭരണത്തിന്റെ ആക്രാന്തം മൂത്ത് ചില ആൾക്കാർ അവർ കരുക്കുകൾ നീക്കുകയാണ്. അവർക്കനുസരിച്ച് അവർ കരുക്കുകൾ നീക്കുകയാണ്. അങ്ങനെയാണ് വിദേശികൾക്ക് അഥവാ പ്രവാസികൾക്ക് വോട്ട് ലഭിക്കാൻ പറ്റൂല, അവർ പ്രവാസികൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന നയത്തിലേക്ക് ചിലർ കൊണ്ടുവരുന്നത്.